associate sponsor. എയർപോർട്ട് ജോബ് ഇനി സ്വപ്നമല്ല, സ്പീഡ് വിൻസ്. ഫിഫ ലോകകപ്പിൽ ആവേശ പോരാട്ടത്തിൽ സെനഗലിനെ പരാജയപ്പെടുത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ. അറ്റ്ലാന്റയിൽ നടന്ന റൗണ്ട് 32 പോരാട്ടത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. പുറത്താക്കലിന്റെ വക്കിൽ നിന്നും അധിക സമയത്തായിരുന്നു ബെൽജിയത്തിന്റെ വിജയ ഗോൾ പിറന്നത്. യൂറി ടൈലമാറ്റിന്റെ ഇരട്ട ഗോളുകളും റൊമേലോ ലുക്കാക്കുവിന്റെ ഒരു ഗോളുമാണ് ബെൽജിയത്തിന് തുണയായത്. പരാജയത്തിന്റെ വക്കിൽ നിന്നും അവസാന 3 മിനിറ്റിനിടെയാണ് ബെൽജിയം 2 തവണ വല കുലുക്കിയത്. അതോടെ എക്സ്ട്രാ ടൈമിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റിയും ലക്ഷ്യത്തിലെത്തിച്ച് ബെൽജിയം ജയം ഉറപ്പിക്കുകയായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ കോങ്കോയെ വീഴ്ത്തി ഇംഗ്ലണ്ട്. 1-2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം കണ്ടത്. കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ അട്ടിമറി സ്വപ്നങ്ങളുമായി കളത്തിലിറങ്ങിയ കോങ്കോ ആദ്യം തന്നെ ശക്തി തെളിയിച്ചെങ്കിലും വിജയം കാണാനായില്ല. 7-ാം മിനിറ്റിൽ ബ്രയാൻ സിബംഗ ഇംഗ്ലീഷ് പടയുടെ വല കുലുക്കി. കോങ്കോയുടെ പ്രതിരോധവും ഗോൾ കീപ്പർ ലയണൽ എംബാസിയുടെ സേവുകളും ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ പ്രതിസന്ധിയിലാക്കിയെങ്കിലും പിന്നീട് ഇംഗ്ലീഷ് പട തിരിച്ചടിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി മാറിയ ഹാരി കെയ്ൻ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. ഇതോടെ ഹാരി കെയ്ൻ ഇതിഹാസ താരം പെലെയുടെ ഗോൾ റെക്കോർഡ് മറികടന്നു. Golaaravam, associate sponsor. എയർപോർട്ട് ജോബ് ഇനി സ്വപ്നമല്ല, സ്പീഡ് വിൻസ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് നിർണായകം. INTUC ചെയർമാൻ ആർ ചന്ദ്രശേഖർ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി കൊടുത്ത വിവരം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ ചന്ദ്രശേഖറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. CBI കുറ്റപത്രം നൽകിയ കേസിൽ ആർ ചന്ദ്രശേഖറിന് പിണറായി സർക്കാർ 3 തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചിരുന്നു. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ വിചാരണ നടപടികൾ വൈകാതെ ആരംഭിക്കും. മനോജ് കടകംപള്ളി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയെ തുടർന്നാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി AP മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടന്നിരുന്നു. ഹൈക്കോടതിയിൽ നേരിട്ടെത്തി തിങ്കളാഴ്ച വിശദീകരണം നൽകാനാണ് മുഹമ്മദ് ഹനീഷിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് കോടതി 3 തവണ നിർദ്ദേശിച്ചിട്ടും പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് കോടതി നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണോ എന്നായിരുന്നു കോടതി ചോദിച്ചത്. കേസിൽ 3ാം പ്രതിയായ ആർ ചന്ദ്രശേഖറിനെയും മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാനുള്ള അനുമതി തുടർച്ചയായി LDF സർക്കാർ നിഷേധിച്ചതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. അഴിമതിക്കാർക്കൊപ്പം സഞ്ചരിക്കുകയാണോ സർക്കാർ എന്നും കോടതി ചോദിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയെ തുടർന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പ്രതിയാണ് പത്മകുമാർ. കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാർച്ച് 4-ാം തീയതിയായിരുന്നു പത്മകുമാർ ജയിൽ മോചിതനായത്. കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ കേസുകളിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പത്മകുമാറിനെ ആദ്യം പ്രതി ചേർത്തിരുന്നത്. പിന്നീട് ദ്വാരപാല ശില്പ കേസിലും പ്രതി ചേർക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതും സ്വർണം ചെമ്പെന്ന് തിരുത്തി എഴുതിയതും പത്മകുമാർ ആണെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ള പത്മകുമാറിന്റെ അറിവോടെയാണെന്നും SIT കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 3 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇന്നലത്തെ ശക്തമായ മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തക്കീച്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് തുടക്കം. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ വിവിധ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് സനൈ തക്കീച്ചി ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള തക്കീച്ചിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഊർജ്ജ സുരക്ഷ, സെമി കണ്ടക്ടർ നിർമ്മാണം, AI സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ വൻകിട സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. മുംബൈയിലെ ചെമ്പൂരിൽ ആൽമരം സ്കൂൾ വാനിന് മുകളിൽ പതിച്ച 11-കാരൻ മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് ഗാർഡൻ സൂപ്രണ്ട് ജഗദീഷ് ബോർണയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിനായി 2-അംഗ കമ്മിറ്റിയാണ് കോർപ്പറേഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. യൂണിവേഴ്സൽ സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാനിലേക്കാണ് വഴിയരികിൽ നിന്ന് മരം കടപുഴകി വീണത്. സംഭവത്തിൽ 4 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ റോഡുകളിൽ 70% പ്രിയദർശിനി ഓർഡിനറി ബസ് സർവീസ് നടത്തുന്നതിനാൽ ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസ് നഷ്ടത്തിന്റെ പാതയിൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി 2 ആഴ്ച പിന്നിടുമ്പോൾ ബസ് ഉടമകൾക്ക് നഷ്ടത്തിന്റെ കണക്കാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിനായി തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ല വരെയുള്ള ബസ് ഉടമകൾ അടുത്തയാഴ്ച സൂചനാ സമരം നടത്തുമെന്ന് ജില്ലാ ഭാരവാഹികൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്തിലെ സ്വകാര്യ സർവീസ് നടത്തുന്ന ബസ് ഉടമകളെല്ലാം തന്നെ ആശങ്കയിലും ദുരിതത്തിലുമാണ്. പത്തനംതിട്ട ജില്ലയിലെ ബസ് ഉടമകളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ബസ് ഉടമകളുടെ യോഗം കഴിഞ്ഞിട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശക്തമായ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു 70-75% റൂട്ടുകളിലും KSRTCയുടെ നല്ല രീതിയിലുള്ള ഓർഡിനറി സർവീസുകൾ നടക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾക്ക് ഇപ്പോൾ ചെലവിനുള്ള പൈസയ്ക്ക് പോലുമുള്ള ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ G-ഫോം നൽകുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എങ്കിലും അതിനകത്തും മറ്റു ചില പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതിലൊന്നാമതായിട്ടുള്ളത് ജീവനക്കാരുടെ പ്രശ്നമാണ്. ജീവനക്കാർക്ക് വേതനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും G-ഫോം കൊടുത്തു കഴിഞ്ഞാൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബസ്സുകൾ കുറച്ച് നാൾ കടന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടയറും ബാറ്ററി അതെല്ലാം നശിച്ച് പിന്നെയും ഇതിനെല്ലാം വീണ്ടും പണം കണ്ടെത്തി ഞങ്ങൾക്ക് ഇത് പിന്നെയും സർവീസ് പുനരാരംഭിക്കണമെന്നുണ്ടെങ്കിൽ പണം നടത്തി മാത്രമേ ഇത് പുറത്തിറക്കാനെ കൊണ്ട് കഴിയുള്ളൂ. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വാർട്ടർ ഇന്നു മുതലുള്ള ക്വാർട്ടറിൽ ഗവൺമെന്റ് ടാക്സ് കുറച്ചിട്ടുണ്ട്. G-ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി ആ കിടക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റാനെ കൊണ്ട് പറ്റുകയില്ല. അപ്പം ടാക്സ് കുറച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പല വണ്ടികളും ഇപ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള പീക്ക് സമയങ്ങളിൽ മാത്രമാണ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും ബസ് സർവീസുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ സൗജന്യ യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 20,000, 15,000, 10,000 രൂപ കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നേരെ കുത്തനെ താഴ്ന്നിട്ട് ജീവനക്കാരുടെ ശമ്പളമൊക്കെ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, അനുബന്ധ ചെലവുകളൊക്കെ? നിലവിൽ ഈ പ്രിയദർശിനിയുടെ ഈ സർവീസ് വന്നത് പ്രകാരം നമ്മുടെ ബസ് സർവീസിന് പകുതി വരുമാനം കുറഞ്ഞു. പകുതി വരുമാനം നിത്യ ദിവസവും ചെലവിനുള്ളത് പോലും നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അകത്തുനിന്നാണ് ഇവർക്ക് സാലറി കാര്യങ്ങൾ അവർ തന്നെ എടുക്കുന്നത്. അപ്പം 1000 രൂപ ഡെയിലി സാലറി എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ എടുക്കുന്നത് 500 താഴെയാണ്. അപ്പം രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വണ്ടികൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 മണിയാവും അവർ വീട്ടിൽ ചെല്ലും. അത്രയും സമയം കൊണ്ട് അവർക്കൊരു 500 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ സീറോ ബാലൻസിലാണ് നമുക്കും ഈ സർവീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ വേറെ ഒരു ജോലിക്ക് പോകാനായിട്ട് അവരെയും കൊണ്ട് നിവൃത്തിയില്ല. ഈ സാധനം ഞങ്ങൾക്ക് കയറ്റിയിടാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ഞങ്ങളാണെങ്കിൽ ഓരോ ദിവസവും ഞങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഓരോ ദിവസം ഞങ്ങളുടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പത്രത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങളെ കൈവിടത്തില്ലെന്ന്. ഞങ്ങളത് കേട്ടോണ്ടാണ് ഓരോ ദിവസവും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എത്ര ദിവസം ഇതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ലാതിരിക്കുവാണ്. ഇപ്പൊ അവസാനമായിട്ട് എന്താണ് ഇനി ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത്? ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. KSRTCയുടെ സർവീസുകൾ, ഈ ഓർഡിനറി പ്രിയദർശിനി സർവീസുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ജില്ലകൾ
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പിന്നീട് വയനാട്, ഇത്രയും ജില്ലകളെയാണ് സാരമായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമര പരിപാടി മിക്കവാറും അടുത്ത ആഴ്ചത്തേക്ക് ഞങ്ങൾ യൂണിയൻ പ്രതിനിധികളുമായിട്ടും കൂടെ ചേർന്ന് ആലോചിച്ചതിന് ശേഷം ഒരു ദിവസത്തെ ഒരു സൂചനാ സമരം നടത്തണമെന്നുള്ള താല്പര്യത്തിലാണ് ഈ ജില്ലകളെല്ലാം നിൽക്കുന്നത്. യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ഇവർ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെങ്കിൽ അതിന്റെ ഫലം കാണുന്നതിന്റെ ഫലമായിട്ടാണ് വരും ദിവസങ്ങളിൽ സൂചനാ സമരവുമായി ഈ ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. സർക്കാരിനെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങി സ്വകാര്യ ബസ് മേഖല. ഈ മാസം 6 സംഘടനകളുടെ സംയുക്ത യോഗം ചേരും. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ മോട്ടോർ വാഹന മേഖലയിലെ എല്ലാ തൊഴിലാളികളെയും പങ്കെടുപ്പിച്ച സംയുക്ത പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം. അതേസമയം സംസ്ഥാനത്തെ നിരവധി സ്വകാര്യ ബസ്സുകൾ G-ഫോം സമർപ്പിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യയാത്ര നടപ്പിലായതോടെ സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി ടോപ്പ് ഗിയറിൽ എത്തിയിരിക്കുകയാണ്. ആവശ്യത്തിന് യാത്രക്കാരില്ലാതെ വന്നതോടെ ഡീസൽ കാശിനുള്ള പണം പോലും ലഭിക്കാതെ വന്നിരിക്കുകയാണ്. ഏത് നിമിഷവും തകർച്ചയുടെ വക്കിലാണ് ബസ് ഉടമകൾ എത്തി നിൽക്കുന്നത്. എണ്ണക്കാശും ബസിന്റെ പണിയും തീർത്താൽ രാവന്തിയോളം ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്കും മുതലാളികൾക്കും ലഭിക്കുന്നത് നിസ്സാര വേതനം മാത്രമാണ്. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാരിനോട് നിരവധി തവണ പ്രശ്നം അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി. ശാശ്വത പരിഹാരമല്ലെന്ന് അറിഞ്ഞിട്ടും ട്രിപ്പുകളുടെ എണ്ണം കുറച്ച് താൽക്കാലികമായി പ്രതിസന്ധി പരിഹരിക്കാനാണ് ബസ് ഉടമകളുടെ തയ്യാറെടുപ്പ്. അതേസമയം സംസ്ഥാനത്തൊട്ടാകെ സ്വകാര്യ ബസ്സുകൾ G-ഫോമുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് താൽക്കാലികമായി നിർത്തുകയാണ് എന്ന് ഗതാഗത വകുപ്പിനെ അറിയിക്കുന്ന സംവിധാനമാണ് G-ഫോം. 6 നടക്കുന്ന സംയുക്ത യോഗത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുയോജ്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് സ്വകാര്യ ബസ് മേഖല ഒരുങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പ്രിയദർശിനി സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും കാരണം സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായിരിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ബസ് ഉടമകൾ. കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് സത്യാഗ്രഹ സമരവും സംഘടിപ്പിക്കും. രാവിലെ 10:30 മാർച്ച്. പ്രതിഷേധ സമരം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ഏതെന്ന തർക്കം തീർപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിമതർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഏതെന്ന തർക്കം ഇപ്പോഴും തുടരുകയാണ്. ഒടുവിൽ തർക്കം തീർപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പിളർപ്പാണ് TMCയിൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ആ തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുന്നത്. യഥാർത്ഥ TMC ആരെന്ന തർക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിമതപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വിഭാഗത്തെയും, ഒന്ന് മമതാ വിഭാഗത്തെയും അതോടൊപ്പം തന്നെ വിമത വിഭാഗത്തെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ബംഗാളിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കും. മുൻകാലങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള ഈ പിളർപ്പുകൾ മഹാരാഷ്ട്രയിൽ 2 തവണ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ശിവസേനയുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് NCPയുമായി ബന്ധപ്പെട്ടാണ്. ഈ 2 തവണയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വിമതപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു. അന്ന് ശിവസേനയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏക്നാഥ് ഷിൻഡെക്കൊപ്പമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത്. ഈ ചിഹ്നവും പാർട്ടിയുടെ ചിഹ്നവും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉടമസ്ഥാവകാശവും ഈ പാർട്ടിക്ക് നൽകുന്നതാണ് കണ്ടത്. ഇത് തന്നെയായിരുന്നു NCPക്കും ഉണ്ടായിരുന്നത്. ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗവും തർക്കമുണ്ടായപ്പോൾ വിമതപക്ഷമായി അന്ന് നിന്നിരുന്ന അജിത് പവാറിന് പാർട്ടിയുടെ പൂർണ്ണമായ അധികാരം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് സമാനമായൊരു സാഹചര്യം, അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ ഈ TMCയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇപ്പോൾ ശക്തി കൂടുതൽ. ലോക്സഭയിലായാലും നിയമസഭയിലായാലും
എന്തായാലും പരിശോധിക്കുകയാണെങ്കിൽ കണക്കിൻ്റെ എണ്ണത്തിൽ ഇപ്പോൾ വിമതപക്ഷമാണ് മുന്നിൽ. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കളും അവരുടെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയോ BJP-യിലേക്ക് പോവുകയോ അല്ലാത്ത പക്ഷം ഈ വിമതപക്ഷ നേതാക്കൾക്കൊപ്പം ചേരുകയോ ചെയ്യുന്നതാണ് നാം കണ്ടത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ആ പാർട്ടിയുടെ അടിത്തറ പൂർണ്ണമായി തന്നെ തകരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ മറ്റ് അധികാരങ്ങളും വിമതപക്ഷത്തിന് നൽകുകയും യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ഈ വിമതപക്ഷമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മമതയുടെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായി തന്നെ അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അവർക്ക് ആ ചിഹ്നവും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടി സംവിധാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും എല്ലാമാണ് ഇപ്പോൾ തങ്ങൾക്ക് വേണമെന്ന് വിമതപക്ഷം അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ രേഖകളുമായി ഇന്ന് 12 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ നേതാക്കൾ കാണും. അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരും MP-മാരും ഇവരോടൊപ്പം ഉണ്ടാകും. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ വിമതപക്ഷത്തിന് അനുകൂലമായാണ് BJP-യുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. അതും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സ്വാധീനിച്ച ഒരു കാഴ്ചയായിരുന്നു നാം അന്ന് മഹാരാഷ്ട്രയിൽ കണ്ടത്. NCPക്കും അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും അനുകൂലമായെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം തന്നെയായിരുന്നു പിന്നീട് നാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും കണ്ടത്. അപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ള ഈ വിമതപക്ഷത്തിന് അനുകൂലമായ ഒരു പിന്തുണയായിരിക്കുമോ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈക്കൊള്ളുക എന്നത് 2 ദിവസത്തിനകം തന്നെ അറിയാം. ഇന്ന് ഇരുപക്ഷത്തിൻ്റെയും നിലപാടുകൾ പരിശോധിക്കും, അവരുടെ രേഖകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ശ്രീജിത്ത്, അതുപോലെ തന്നെ നിയമസഭയിൽ TMCക്ക് ആകെയുള്ള 80 MLA-മാരിൽ 58 പേരും ഒപ്പമുണ്ടെന്ന ഒരു പ്രസ്താവനയാണ് വിമതപക്ഷം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടി ചിഹ്നം അതുപോലെ തന്നെ അവരുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും തുടരുന്ന തർക്കമല്ലേ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അടക്കം എത്താനുള്ള സാഹചര്യം? തീർച്ചയായും കേവല ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം തങ്ങളുടെ പക്കലുണ്ട്, MLA-മാർ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഈ വിമത നേതാക്കൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ പാർട്ടി ചിഹ്നവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കോടിക്കണക്കിന് രൂപയുള്ള വസ്തുവകകളും സ്വാഭാവികമായി തന്നെ ഈ വിമതപക്ഷത്തിൻ്റെ കൈകളിൽ എത്താനാണ് സാധ്യത. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ നേതാക്കളെ ഇന്നലെ തന്നെ അവിടെ ബംഗാളിൽ ഇറങ്ങിയാൽ തന്നെ ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ പല നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു. അങ്ങനെ പല പ്രതിസന്ധികൾ രൂപപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ചിഹ്നം കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പും അതോടൊപ്പം തന്നെ ആ പാർട്ടി നേതാവായ ആ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ആ പാർട്ടിയെ സ്ഥാപിച്ച മമതാ ബാനർജിയുടെ അവസ്ഥയും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ശരി, വ്യക്തമാണ്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ മുത്തൂറ്റ് ഫൈനാൻസിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. പുതിയ ഗോൾഡ് ലോൺ സ്കീമുകൾ മുഖേന പ്രതിമാസം പലിശ തുക നൽകിയോ ലളിതമായ മാസത്തവണകളിലൂടെയോ തിരിച്ചടവ് അനായാസമാക്കുന്നു. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത മുത്തൂറ്റ് ഫൈനാൻസ് ബ്രാഞ്ച് സന്ദർശിക്കൂ. ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ, കണക്ട് ആവണേ. ന്യൂ മാൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അമൃത് വേണി ഡാൻഡ്രോക്വറ്റ്.
the ultimate dandruff solution. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP അധ്യക്ഷൻ നിതിൻ നബീനെയും കോൺഗ്രസ് നേതാക്കളെയും കൂടാതെ ചില പ്രമുഖരെയും ഇറാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പബിദ്ര മാർഗറ്റിയുമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മാർച്ച് 1 അമേരിക്കയും ഇസ്രയേലും ടെഹ്റാനിലെ ഔദ്യോഗിക വസതിയിൽ സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടത്. ജൂലൈ 9 ഇറാനിൽ വെച്ചാണ് അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്നാണ് വിവരം. വാട്സപ്പിൽ ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം ഓപ്ഷൻ ഫീച്ചർ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ചു വാട്സപ്പ്. യൂസർ നെയിം ഫീച്ചർ ഇതുവരെ ഇന്ത്യയിൽ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്നും ഈ വർഷം തന്നെ ഫീച്ചർ എത്തുമെന്നും കമ്പനി വിശദീകരിച്ചു. ആൾമാറാട്ടം തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാട്സപ്പ് വിശദീകരിച്ചു. ബഹുതല പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഫോൺ നമ്പർ ഇല്ലാതെ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കാൻ ആകില്ല. യൂസർ നെയിം കൃത്യമായി അറിയാതെ ആർക്കും മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയില്ല. യൂസർ നെയിം ഊഹിച്ച ആളെ തപ്പി മെസ്സേജ് അയക്കുന്നത് ഒഴിവാക്കാൻ സംവിധാനം വരും. നിശ്ചിത എണ്ണം മെസ്സേജുകൾ മാത്രമേ യൂസർ നെയിം സെർച്ച് ചെയ്തെടുത്ത് അയക്കാൻ കഴിയുകയുള്ളൂ. യൂസർ നെയിം വെച്ച് ആദ്യമായി ഒരാൾ മെസ്സേജ് അയച്ചാൽ മുന്നറിയിപ്പ് നൽകും. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദേശമാണെങ്കിലും മുന്നറിയിപ്പ് നൽകുമെന്ന് കമ്പനി വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള 3 ബില്യണിലധികം ഉപയോക്താക്കൾക്ക് ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ കണക്ട് ചെയ്യാമെന്നായിരുന്നു മെറ്റയുടെ വാദം. എന്നാൽ ആൾമാറാട്ടം അടക്കമുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്.